ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരടുത്ത് മുറിവൈക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ്. മുറാദ് മുബീന ദമ്പതികളുടേതാണ് ഈ വീട്. 2800 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 ബെഡ്റൂം ഉണ്ട്, 4 അറ്റാച്ച്ഡ് ആണ്. പുറമെ ലിവിങ് റൂം, നല്ല വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഹാള്, ഫാമിലി ലിവിങ്, 2 കിച്ചണ് എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ മനോഹരമാക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. തിരൂർ ബേസ്ഡ് ആയിട്ടുള്ള ID ആർക്കിടെക്ട്സിലെ ആർക്കിടെക്റ്റ് റഫീഖ് ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ വീടിൻ്റെ ഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ GIയിൽ വളരെ സിമ്പിളായിട്ടാണ് ഗേറ്റ് നൽകിയിട്ടുള്ളത്. GIയിൽ ചെറിയൊരു പോളിഷ് റോഡ് ഇതേപോലെ വെർട്ടിക്കലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ബൗണ്ടറി വാള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൗണ്ടറി വാളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും മാർബിൾ പീസോ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ പീസോ ഒക്കെ നമ്മൾ ഈ മുകളിൽ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മഴവെള്ളം വന്നു കഴിഞ്ഞാലും ഇതേപോലെ ഈ ചുമരുമ്മ കൂടെ ഒലിച്ച് ഇറങ്ങണ സംഭവം ഇല്ലാതാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ എന്താ നല്ല വിശാലമായിട്ടുള്ള മുറ്റം നൽകിയിട്ടാണ് ഇവിടെ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ലാൻഡ്സ്കേപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ താന്തൂർ സ്റ്റോണാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ല മനോഹരമായിട്ട് തന്നെ 2 സൈഡിലും ഇതേപോലെ ബഫല്ലോ ഗ്രാസൊക്കെ നൽകിയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ എലിവേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ട് ഒരു എയർ റൂഫൊക്കെ നൽകി അതിൽ സീലിങ്ങോടൊക്കെ നൽകി ഭയങ്കര ഭംഗി. ഈ ഒരു സീലിങ്ങോട് നമ്മളൊരു എലിവേഷനിൽ കൊണ്ടുവന്നാൽ നല്ല ഭംഗിയാണ്. ഏതൊരു വീട് കാണാനും നല്ലൊരു വെറൈറ്റി, നല്ലൊരു ഭംഗിയാണ്. കൂടുതൽ ആർക്കിടെക്റ്റുമാരെ വർക്കിലൊക്കെ അങ്ങനത്തെ ഒരു മോഡൽ ഇപ്പോൾ കണ്ടുവരാറുണ്ട്. പിന്നെ ഒരു ബെഡ്റൂമിൽ നിന്ന് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഫ്രണ്ടിൽ കാണാൻ പറ്റും. പിന്നെ വീടിനെ ഒന്നും കൂടി മനോഹരമാക്കുന്നത് ആ വീടിൻ്റെ കളർ തീമാണ്. ഒരു ഗ്രേയും വൈറ്റും കളർ തീമിലാണ് വീട് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ വീടിൻ്റെ വിൻഡോസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിശാലമായിട്ടുള്ള നീളം വീതിയൊക്കെ കൊടുത്തിട്ടാണ് വിൻഡോസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അലുമിനിയത്തിൽ അൾജീരിയ എന്ന് പറയുന്ന പ്രൊഫൈലിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ പ്ലാന്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്തേക്കാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ട് ഇവിടെ ആയിട്ട് ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ആക്സസ് കിട്ടുന്ന രൂപത്തിലാണ് ആ ഒരു കോർട്ട്യാർഡ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജാളി വർക്ക് നൽകിയിട്ടുണ്ട്. സാധാരണ നമ്മളൊക്കെ ജാളി വർക്ക് കാണാറുള്ളത് ആ ഒരു റെഡ് കളർ അതേപോലെ നിലനിർത്താറാണ് പതിവ്. പക്ഷേ ഇവിടെ അതിൽ നിന്നും വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷനോട് മാച്ചാണ് രൂപത്തിൽ തന്നെ ഈ ഒരു ജാളി വർക്ക് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ കലാത്തിയ പ്ലാന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർ പോർച്ചാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാർ പോർച്ചിൻ്റെ കളർ തീം ആ ഒരു ഗ്രേ കളർ തീം തന്നെ നൽകിയിട്ടുണ്ട്. കാർ പോർച്ച് കോൺക്രീറ്റിൽ നൽകിയിട്ട് മുകളിൽ ഓട്, ചൈന ഓടാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ പേര് ഇവിടെ MR റെസിഡൻസി എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പക്ഷെ അത് നൽകിയിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ആർക്കിടെക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു മെറ്റൽ ഷീറ്റിൽ ഒരു റെക്സ്റ്റിക് ടൈപ്പ് കൂടെ കൊണ്ടുവന്നിട്ടാണ് അതിൽ CNC കട്ടിങ് ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഡിസൈന് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അതിൻ്റെ മുമ്പ് സിറ്റ് ഔട്ടിൻ്റെ നേരെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹാൻഡ് റെയിലായിട്ട് നൽകിയിട്ടുള്ളത് ഒരു SS വരുന്ന 304 ഗ്രേഡിലുള്ള SS വരുന്ന സ്റ്റീലിലാണ് അവിടെ ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത്. അതിൽ ടഫൻ ഗ്ലാസും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ, എപ്പോഴും ഈ വെള്ളം വീണ ഭാഗങ്ങളിലൊക്കെ മാക്സിമം സ്റ്റീൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുരുമ്പ് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് GIൻ്റെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം 6 കൊല്ലമൊക്കെ കഴിയുന്ന സമയത്ത് ചിലപ്പം തുരുമ്പ് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി ഭംഗി കൂട്ടാൻ മാറ്റ് ഫിനിഷിലൊക്കെ
ഇത് വരുന്നുണ്ട്, പൈപ്പ് വരുന്നുണ്ട്, അതൊക്കെ ഉപയോഗിക്കട്ടോ. അപ്പോൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത് ലപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിൽ ഫ്ലോറിങ്ങിൽ ഈ ഒരു ബോർഡറിലും ആ ഒരു ലപ്പോത്ര നൽകിയിട്ടുണ്ട്. ഫ്ലോറിങ്ങിൽ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിൽ ക്യൂട്ടോൺ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ 6-4 സൈസിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഒരു കോർട്ട്യാർഡ് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലമേരിയ എന്ന് പറയുന്ന ഒരു ട്രീ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ മുകളിൽ വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സർക്കിൾ നൽകിയിട്ട് അതിൽ ഗ്ലാസും നൽകിയിട്ടുണ്ട്. 250-210 സൈസിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ട് സിമ്പിളായിട്ട് നല്ല ഹൈറ്റ് കുറച്ചിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 240 ഹൈറ്റിലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ലൈറ്റിങ്ങിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോബ് ലൈറ്റാണ് ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മൾ ആ ഒരു LED ലൈറ്റ് ഫുള്ളായിട്ട് കൊടുക്കുന്ന പ്രവണതയൊക്കെ ഇപ്പോൾ ഏകദേശം എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സിലിണ്ടർ ടൈപ്പിൽ വരുന്ന ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഷോ ലൈറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്രെയിം നൽകിയിട്ടുണ്ട്. പിന്നെ എന്താ 2 ചെയർ ഏകദേശം ഒരു 3500 റേറ്റിൽ വരുന്ന ചെയറാണ്. നല്ല സിമ്പിളായിട്ട് മിനിമലായിട്ട് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാഗണി വുഡിലാണ് നൽകിയിട്ടുള്ളത്. ഒരു ഗ്രൂ ഒക്കെ വന്ന് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിലൊരു ബ്ലാക്ക് കളർ വരുന്ന ഹാൻഡിൽസും നൽകിയിട്ടുണ്ട്. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടാണ് ഫ്രണ്ട് ഡോറ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിങ്ങനെ ഉള്ളിലെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. 2 മീറ്ററാണ് ഇതിൻ്റെ വീതി വരുന്നത്. അപ്പോൾ കൂടുതലായിട്ട് പ്രൈവസി ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഒരു ഫോയർ സ്പേസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഫോർമൽ ലിവിങ്ങിലേക്കോ അല്ലെങ്കിൽ ബെഡ്റൂമിലേക്കോ എൻട്രൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൈവസി അതേപോലെ കീപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ കൂടുതൽ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള വിൻഡോ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ആ ഒരു ജിപ്സം സീലിംഗ് നിലനിർത്തിയിട്ട് 2 സൈഡിലും കോവാക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള LED സ്ട്രിപ്പ് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഫോയർ സ്പേസിൽ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് ഫോർമൽ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 350 ആണ് ഇതിൻ്റെ സൈസ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഒരേ കളർ തീമിലാണ് കർട്ടനും അതേപോലെ തന്നെ സോഫ, ഈ ഒരു റഗ് എല്ലതും ഒരേ ഒരു കളർ തീമിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് കസ്റ്റം ചെയ്താട്ടോ. പിന്നെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പിക്ചർ നൽകിയിട്ടുണ്ട്. സീലിംഗ് സിമ്പിളായിട്ടാണ് സീലിംഗ് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കർട്ടന് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പെൽമെറ്റ് നൽകിയിട്ടുണ്ട് മുകളിൽ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ TV യൂണിറ്റ് ഈ ഒരു ഭാഗത്താണ് നൽകിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റാണ് താഴെ നൽകിയിട്ടുള്ളത്. TV ഈ ഒരു വാളിൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വേറൊരു വെറൈറ്റി സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാൾ പാർട്ടീഷനാണ്. നമ്മൾ ബൗണ്ടറി വാളിൽ ഈ വീടിൻ്റെ നെയിൻ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ഒരു മെറ്റീരിയലിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു റസ്റ്റിക് ടൈപ്പിലാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ GIൻ്റെ MS ഷീറ്റ് ഉപയോഗിച്ചിട്ട് അതിൽ ഇതേപോലെ റൗണ്ട് സർക്കിൾ ടൈപ്പ് CNC കട്ടിങ് നൽകിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ആർക്കിടെക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഈ ഒരു നമ്മളെല്ലാ വീട്ടിലും കാണാറുള്ളത് ഈ ഒരു ഫ്ലോറിൻ്റെ ടൈൽ ഏതാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ടൈൽ തന്നെ സ്കേർട്ടിംഗ് ആയിട്ട് നൽകാറാണ്. പക്ഷേ ഈ ഒരു ഫ്ലോറിൽ നിന്നും ഒരു വ്യത്യസ്ത ഒരു വുഡൻ ടച്ച് ഇവിടെ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു വുഡൻ ടച്ച് തന്നെ സ്കേർട്ടിങ് 2 ഇഞ്ച് തിക്നെസ് ആട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഒരു നല്ലൊരു ഭംഗിയുണ്ട് ഇത് കാണുമ്പോൾ തന്നെ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കോമൺ ടോയ്ലറ്റും അതേപോലെ തന്നെ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ട്. ഈ ഒരു പാസേജിൽ ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകി സീലിംഗ് അലങ്കരിച്ചിട്ടുണ്ട്. FRP ഡോറാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത്. 220-115 ഇതിൻ്റെ സൈസ് നൽകിയിട്ടുള്ളത്. ഒരു വൈറ്റ് കളർ തീമിലാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് അതേപോലെ തന്നെ ഫ്ലോറിൽ ഹാഷ് കളർ തീമാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു വൈറ്റ് കളർ തീം വാളിൽ നൽകി അതിൽ ബ്ലാക്ക് കളർ അപ്പോക്സി നൽകിയിട്ടുണ്ട്. പിന്നെ വെന്റിലേറ്റർ കൊടുത്തൊക്കെ നല്ല സിമ്പിളായിട്ട് തന്നെ വെന്റിലേറ്റർ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എക്സോസ് ഫാന് ഒരു മുകളിലാണ് എക്സോസ് ഫാന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ രൂപത്തിലാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ബെഡ്റൂമിൻ്റെ ഒരു വെറൈറ്റി, ഈ ഡോറിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ
ഡോർ കട്ടിലോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. സാധാ നമ്മൾ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പാനൽ ചെയ്ത് ആ ഒരു പാനലിങ്ങിലാണ് ഈ ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാസേജിലേക്ക് വന്ന് ഈ ഒരു പാസേജിൽ നിന്നാണ് ഇവിടുത്തെ ബാത്റൂം നൽകിയിട്ടുള്ളത്. ബാത്റൂം നമ്മൾ കോമൺ ടോയ്ലറ്റ് കണ്ട അതേ കളർ തീമിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പാസേജിൽ നിന്ന് കയറി വരുന്നത് ഒരു 410-360 സൈസിൽ വരുന്ന വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. 12-14 ആട്ടോ അടിക്കണക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഒരു കിങ് സൈസ് കോട്ട് നൽകിയിട്ടുണ്ട്. 2 സൈഡിലും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. കോട്ട് ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് കോട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് താഴെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഹെഡ് ബോർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കുഷൻ വരുന്ന രൂപത്തിലാണ് ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിട്ടുണ്ട്. അതിലൊരു LED ഫാൻസി ലൈറ്റ് നൽകിയിട്ടുണ്ട്. സീലിംഗ് 4 ഭാഗത്തും കോവ് വരുന്ന രൂപത്തിലാണ് സീലിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് വിൻഡോ ആണ്. നല്ല വെളിച്ചം കിട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ ഈ ഒരു GI ട്യൂബ് നൽകി. പിന്നെ ഫൈനൽ സ്റ്റേജിലാണ് പുറത്തുള്ള ആ ഒരു ഗ്ലാസ് അത് നൽകിയിട്ടുള്ള നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലുമിനിയത്തിലുള്ള അൽജീരിയ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിറർ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് അതേപോലെ തന്നെ ഡ്രസ്സിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാള് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ ഹൈറ്റ് 2.40 ഹൈറ്റ് വരെ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ് ഡോറാണ് വാർഡ്രോബിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കളർ തീം തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു ഹാഷ് അതേപോലെ തന്നെ വുഡ് കളർ തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് PVC മൈക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ കള്ളി വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. രൂപത്തിൽ നല്ല മനോഹരമായിട്ട് ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഈ ഒരു ഹാളിൽ ഈ ഒരു ഭാഗത്ത് ഫാമിലി ലിവിങ്ങും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഹാളുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു 8 പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടേബിൾ കസ്റ്റം ചെയ്തതാണ്. ഫ്രെയിം നൽകിയിട്ടുള്ളത് മഹാഗണി വുഡിലാണ്. അതേപോലെ തന്നെ ടേബിൾ ടോപ്പ് കൊറിയൻ ടോപ്പാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗം നല്ല വിശാലത കിട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ ഹൈറ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തെ സൈസ് തന്നെ 380-330 ആണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത്. നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടീഷന് നമ്മൾ നേരത്തെ ഫോർമൽ ലിവിങ് എന്ന് കണ്ട ആ ഒരു പാർട്ടീഷൻ ആട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല നീളം കൂടിയിട്ടുള്ള ഒരു സ്ലൈഡിങ് ഡോറ് നൽകിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നാനോ വൈറ്റാണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ PVC ബോർഡിൽ PVC മൈക്ക ലാമിനേഷനാണ് കൗണ്ടറിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ സർക്കിൾ ടൈപ്പ് മിറർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നും ഇതേപോലെ സ്ട്രിപ്പ് ലൈറ്റ് മിററിലേക്ക് അടിക്കുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് പാർട്ടീഷനും വേണ്ടിയിട്ട് ബോർഡ് നൽകിയിട്ടുണ്ട്. അതിൽ GI പൈപ്പ് വെർട്ടിക്കലായിട്ട് നൽകിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസും നൽകിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. 2 സൈസിൽ വരുന്ന ഒരു ഗ്രേ കളറ് ടൈലാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് കണ്ടത്. പിന്നെ ഇത് ഡബിളായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഹാൻഡ് റെയിലായിട്ട് നൽകിയിട്ടുള്ളത് ടഫൻ ഗ്ലാസും വുഡും ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫാമിലി ലിവിങ് ആണ്. ഫാമിലി ലിവിങ്ങിൽ സ്റ്റെയർ നൽകിയിട്ടുള്ളത് മെറ്റൽ സ്റ്റെയർ ആണ്. അതിൻ്റെ ഹാൻഡ് റെയിൽ മഹാഗണി വുഡിൽ ടഫൻ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെയാണ് ഫാമിലി ലിവിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. സീറ്റിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു ഭാഗം നൽകിയിട്ടുള്ളത്. അതിൽ നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇന്നർ കോർട്ട്യാർഡ് നൽകിയിട്ടുണ്ട്. അതിനും നമ്മൾ ഡൈനിങ് ഹാളിൽ കണ്ട അതേപോലെ തന്നെയുള്ള നല്ല നീളം കൂടിയിട്ടുള്ള സ്ലൈഡിങ് ഡോറ് ഈ ഒരു ഭാഗത്തും നൽകിയിട്ടുണ്ട്. ഒരു 8 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഈ ഒരു ഏരിയ നൽകിയിട്ടുള്ളത്.
നമ്മളവിടെ കണ്ട അതേപോലെ തന്നെ ആ ഒരു വാഷ് ബേസിൻ ഏരിയ കണ്ട അതേപോലെ തന്നെ 2x2 സൈസിൽ വരുന്ന ടൈല് നൽകിയിട്ടുണ്ട്. നല്ലൊരു രാത്രി ടൈമിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാൻ, കാറ്റ് കൊള്ളാൻ നല്ലൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കലാത്തിയ നൽകിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ജാളി വർക്കൊക്കെ ആ ഒരു ഗ്രേ ഫിനിഷിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. മുകളിൽ നോക്കുകയാണെങ്കിൽ ജിഐൻ്റെ പൈപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റാണ്. ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് കാണാനുള്ളത് ഒരു മാസ്റ്റർ ബെഡ്റൂമും അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കിച്ചണുമാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ ഒരു പാസേജിൽ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാള് ഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ പാനലിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാസേജ്, ഈ ഒരു വാള് നിൽക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറിയപ്പോൾ ഒരു ഫോയർ സ്പേസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോയർ സ്പേസിൽ നിന്നും നേരെ നോക്കിയാൽ കാണുന്നൊരു വാളാണ്. അപ്പോൾ ഈ ഒരു വാള് ലൂവേഴ്സ് പാനൽ ഉപയോഗിച്ചിട്ടാണ് ഇത് പാനലിങ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നല്ല ഭംഗിയിൽ 3 വാൾ മോഡൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാള് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വേറെ റൂമോ കാര്യങ്ങളോ ഒന്നും നിൽക്കണ ഒരു ഫീലിംഗ് കിട്ടൂല. പക്ഷേ ഇവിടെ വേറൊരു വെറൈറ്റി ഉണ്ട്. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പ്രയർ റൂം വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്കിത് എവിടെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില ആൾക്കാർക്ക് ഉണ്ടാവും ബാത്റൂമൊക്കെ ഹൈഡ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരുമോ എന്നുള്ളതൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉപയോഗിക്കട്ടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു റൂമോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് തുറന്നു കഴിഞ്ഞാലാണ് ഇങ്ങനൊരു റൂം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വാള് ഫുള്ളായിട്ട് പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത്, ഇങ്ങനൊരു വാളാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഈ ഒരു പാനലിങ് നൽകിയതാണ്. ഇപ്പോൾ പ്രയർ റൂമിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിശാലമായിട്ടുള്ള നല്ല നീളം കൂടിയിട്ടുള്ള 3.40 നീളം 2.10 വീതിയിൽ വരുന്ന ഒരു പ്രയർ റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വാൾ മോഡൽ, ഒരു വാൾ പിക്ചർ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് പ്രയർ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഏകദേശം 410 × 390 ഇതിൻ്റെ സൈസ് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ നമ്മളെ കണ്ണിന് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഈ ഒരു ഹെഡ് ബോർഡാണ്. ഈ ഒരു ഗ്രീൻ കളറ് നമ്മൾ ഹെഡ് ബോർഡിൽ കൊണ്ടുവന്നാൽ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഈ ഒരു ഗ്രീൻ കളറ് നമ്മൾ വീട്ടിലെ ഫോർമൽ ലിവിങ്ങിൽ സോഫൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരു കിങ് സൈസ് കോട്ട് നൽകിയിട്ടുണ്ട്. 2 സൈഡിലും സൈഡ് ടേബിളായിട്ട് നൽകിയിട്ടുണ്ട്. സൈഡ് ടേബിൾ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മറ്റേ റൂമിൽ കണ്ട അതേപോലെ തന്നെ ഒരു സിമെൻറ്റ് ഫിനിഷിൽ വരുന്ന ടെക്സ്ചർ പെയിൻ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ സീലിംഗ് സിമ്പിളായിട്ടുള്ള സീലിംഗ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല നീളം കൂടിയിട്ടുള്ള വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വാർഡ്രോബിൻ്റെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാർഡ്രോബിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ചെറിയൊരു വർക്കിംഗ് സ്പേസും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്കിംഗ് സ്പേസൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വാർഡ്രോബിൻ്റെ അത്ര തന്നെ വീതി കൊടുക്കണം എന്നില്ല. അതിനൊക്കെ ഒരു 30 സെൻറ്റിമീറ്ററോ 35 സെൻറ്റിമീറ്ററോ ഒക്കെ വീതി കൊടുത്താൽ മതി. വാർഡ്രോബ് ഒരു 55 സെൻറ്റിമീറ്റർ ഒക്കെ കൊടുക്കട്ടോ. പിന്നെ അതേപോലെ തന്നെ മുകളിലും അപ്പർ സ്റ്റോറേജ് ആയിട്ട് നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു മൈക്ക സെലക്ഷനാണ്. വുഡും അതേപോലെ തന്നെ നല്ല ഗ്ലോസി ഫിനിഷിൽ വരുന്ന PVC മൈക്കയുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ വാർഡ്രോബ് നല്ല നീളം കൂടിയിട്ടുള്ള സ്ലൈഡിങ് ഡോറ് ആണ് വാർഡ്രോബിനൊക്കെ നൽകിയിട്ടുള്ളത്. ഹൈറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നിട്ട് നല്ല ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്റ്റോറേജ് ഡ്രസ്സിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ചെറിയൊരു ബാത്റൂം, ചെറിയതല്ല ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം കാണിക്കണില്ല. സെയിം വൈറ്റ് അതേപോലെ തന്നെ ഗ്രേ ഫിനിഷിലാണ് ബാത്റൂമിൻ്റെ ടൈൽ കളർ തീം നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഐലൻഡ് കിച്ചണാണ്. അപ്പോൾ ആദ്യം തന്നെ ഡോറ് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കാണുന്ന രൂപത്തിലുള്ള ഗ്ലാസ് ഒക്കെ നൽകിയിട്ടുള്ള ഒരു ഡോറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 6.10 നീളം അതേപോലെ തന്നെ 3.30 വീതിയിൽ വരുന്ന നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വാളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ ഹൈറ്റിൽ ടൈല് വൈറ്റ് കളർ തീമിൽ വരുന്ന ടൈല് നൽകിയിട്ടുണ്ട്. അതിൽ ബ്ലാക്ക് കളർ അപ്പോക്സി നൽകിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ട്. ഒരു വൈറ്റ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ഭംഗിയുണ്ട്. അതിൽ തന്നെ
ഒരു ഗ്രീനോട് മാച്ചായിട്ട് വരുന്ന രൂപത്തിലുള്ള മൈക്ക ലാമിനേഷനാണ് താഴെയുള്ള ബേസ് യൂണിറ്റിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഫ്രിഡ്ജിൻ്റെ ഒരു യൂണിറ്റ് കണ്ടിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് നല്ല സ്റ്റോറേജ് യൂണിറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ വിൻഡോ സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏകദേശം ഒരു 1.10 അല്ലെങ്കിൽ 1 മീറ്റർ ഹൈറ്റിൻ്റെ ശേഷം നമ്മൾ ഇതേപോലുള്ള വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ നല്ല അറേഞ്ച്മെൻറ്റ്സ് നല്ല വിശാലമായിട്ട് തന്നെ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കിച്ചൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും അത് തന്നെയാണ് വേണ്ടത്. കിച്ചണിലൊക്കെ ഏറ്റവും കൂടുതൽ എങ്ങനെയൊക്കെ സ്റ്റോറേജ് കൊടുക്കാൻ പറ്റുമോ അത്രയും മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. എലീക്ക എന്ന് പറയുന്ന കമ്പനീൻ്റെ 4 ബർണർ ഹോബും അതേപോലെ തന്നെ ഇലക്ട്രിക് ചിമ്മിണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഐലൻഡ് കിച്ചണാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് നൽകിയിട്ട് 45 കട്ട് ചെയ്തിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത്, ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പോൾ കിച്ചണിൽ നമ്മൾ ബേസ് കൗണ്ടർ നൽകുന്നത് ഒരു 60 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 35 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ അപ്പർ ക്യാബിനറ്റ് നൽകുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ക്യാബിനറ്റും നമ്മൾ ഈ ഒരു ബേസ് കൗണ്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 65-60 സെൻറ്റിമീറ്ററിലാണ് നൽകാറുള്ളത്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴൊക്കെ നല്ല ഭംഗിയിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ സാൻഡ് ബ്ലാസ്റ്റ് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് സിങ്ക് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സിങ്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിങ്കാണ്. ഈ ഒരു സിങ്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു വിഷയമുണ്ട്. ഇതൊരു 5 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു കോട്ടിങ് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന രൂപത്തിലുള്ള സിങ്ക് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതേപോലെ തന്നെ ഇത് ഗ്ലാസ് കഴുകാനുള്ളതാണ്. പിന്നെ ഇത് ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തിരിച്ചിട്ട് പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ കഴുകുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫ്രൂട്ട്സ് കഴുകാനുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിൽ നല്ല ഭംഗിയിൽ തന്നെയുള്ള ഒരു സിങ്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കള്ളി വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ വിനീഷ്യൻ ബ്ലൈൻഡ്സ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട്. സ്റ്റോർ റൂമൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് ഫുള്ളായിട്ട് പ്ലെയിൻ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ മൾട്ടിവുഡിൽ അല്ലെങ്കിൽ PVC ബോർഡിൽ ഇതേപോലെ റാക്ക് അടിച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്കാണ് മറ്റേ രണ്ടാമത്തെ കിച്ചൺ, അതായത് വർക്കിംഗ് കിച്ചൺ വരുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചണാണ്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മളെ നാടൻ അടുപ്പ്, ആലുവ അടുപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ്, അതൊരു ഷോ കിച്ചണാണ്, പക്ഷേ ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് ഇവർ പാത്രങ്ങൾ കഴുകാനും ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷോ കിച്ചണിലാണ് ആ ഒരു സിങ്ക് അവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വിഷയം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രൗണ്ട് ഫ്ലോറത്തെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ആണുള്ളത്. അപ്പോൾ ഇത് മെറ്റൽ സ്റ്റെയർ ആണ്. നമ്മൾ നേരത്തെ ഫാമിലി ലിവിങ്ങിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഹാഗണി വുഡിലാണ് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ടഫൻ ഗ്ലാസും മഹാഗണിയാണ് ഇതിൻ്റെ ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ നല്ല നീളം കൂടിയിട്ടുള്ള ഒരു ലാൻഡിങ്ങിലാണ് എത്തുന്നത്. അപ്പോൾ ലാൻഡിങ്ങിൽ ഇവർ വിരിച്ചിട്ടുള്ളത് ടൈലാണ്. ടൈലൊരു വുഡൻ ഫിനിഷ് വരുന്ന ടൈലാണ്. അതിൽ ബ്ലാക്ക് അപ്പോക്സി നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല നീളം കൂടിയിട്ടുള്ള ഒരു ഓപ്പണിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഓപ്പണിങ്ങിൽ നിന്നും നേരെ നമ്മൾ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇന്നർ കോർട്ട്യാർഡ് കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ഏരിയ കേട്ടോ അത്. ഓക്കെ, പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള കർട്ടന് കാര്യങ്ങളൊക്കെ സെയിം കളർ തീമിൽ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ്ങിലെ ഒരു ഫോയർ സ്പേസിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ നിന്ന് 2 ഭാഗത്തേക്കും ഒരു സീൻ ബിലോ ഏരിയ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഈ ഒരു ഭാഗത്തേക്ക് നമ്മളെ ഡൈനിങ് ഹാളിൻ്റെ നേരെ മുകളിൽ വരുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റെയറിൻ്റെ ഏരിയയിലുള്ള ഡബിൾ ഹൈറ്റാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് നമ്മൾ താഴെ ഒരു നീളം കൂടിയിട്ടുള്ള ഒരു പാസേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാസേജിൽ കൊടുത്ത അതേപോലെ തന്നെയുള്ള ഒരു സീലിംഗ് ആണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ ഒരു പാസേജിൽ നമ്മൾ നേരത്തെ ആ ഒരു ലൂവേഴ്സ് പാനലൊക്കെ നൽകിയിട്ടുള്ളത് ഈ ഇതിൻ്റെ നേരെ താഴെയുള്ള ആ ഒരു വാളിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ താഴെ മാസ്റ്റർ ബെഡ്റൂം കാണിച്ചതിൻ്റെ നേരെ മുകളിലുള്ള ഒരു ബെഡ്റൂമാണ് ഇനി കാണിക്കാൻ പോണത്. 14-13 ഇതിൻ്റെ സൈസ് വരുന്നത്. ഇപ്പോൾ കോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഷൻ വരുന്ന രൂപത്തിലാണ് ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ ഫിനിഷിലാണ് കോട്ടിൻ്റെ ഈ ഒരു ഹെഡ് ബോർഡിൻ്റെ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കോട്ട് ഇതേപോലെ തന്നെ ആ ഒരു ഗ്രേ ഫിനിഷിൽ വരുന്ന ഗ്ലോസി ടൈപ്പ് മൈക്ക ലാമിനേഷനാണ് കോട്ടിന് നൽകിയിട്ടുള്ളത്. കിങ് സൈസ് കോട്ട്, 2 സൈഡിൽ സൈഡ് ടേബിൾ, അതേപോലെ തന്നെ സൈഡ് ടേബിളിൻ്റെ സെൻട്രലായിട്ട് ഇതേപോലെ തന്നെ ഒരു ഗ്ലോസി ഫിനിഷ് മൈക്ക ലാമിനേഷൻ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഈ രൂപത്തിലാണ് കോട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സീലിംഗ് എല്ലാ റൂമിലും സെയിം സീലിംഗ് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റും നല്ലൊരു മിറർ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റ് സെയിം കളർ തീം തന്നെയാണ് ടോയ്ലറ്റിന് നൽകിയിട്ടുള്ളത്. എല്ലാ ടോയ്ലറ്റും സെയിം കളറിൽ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ടൈലൊക്കെ എടുക്കാൻ പോണ സമയത്ത് ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറഞ്ഞത് അതിൻ്റെ സെലക്ഷനാണ്, ടൈൽ സെലക്ഷനാണ്. അപ്പോൾ എല്ലാ ബാത്റൂമിനും സെയിം കളർ തീം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സുഖം അതുതന്നെയാണ് കേട്ടോ. നമുക്ക് കാണാനുള്ളത് മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. അതിൻ്റെ മുന്നേ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു അയൺ ഏരിയ നൽകിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ സ്റ്റോറേജ് യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല നീളം കൂടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. എല്ലാ ഭാഗത്തും നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു വുഡിൻ്റെ ആ ഒരു ഡോറോ അല്ലെങ്കിൽ വിൻഡോസോ മാക്സിമം കുറച്ചിട്ട് ഇതേപോലെയുള്ള വിൻഡോസ് കാര്യങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ താഴെ ഫസ്റ്റ് കണ്ട ബെഡ്റൂമിൻ്റെ നേരെ മുകളിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. കയറി വരുമ്പോൾ ഒരു പാസേജ് കിട്ടി. ഈ ഒരു പാസേജിൽ നിന്നാണ് ബാത്റൂമിലേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ നേരെ ബാക്കിലായിട്ട് ചെറിയൊരു വാർഡ്രോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 14-11 സൈസിൽ വരുന്ന ബെഡ്റൂമാണ്. നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ഹെഡ് ബോർഡാണ്. ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഫാൻസി ലൈറ്റ് നൽകിയിട്ടുണ്ട്. സീലിംഗ് നമ്മളെല്ലാ റൂമിലും പറഞ്ഞ പോലെ തന്നെ സെയിം സീലിംഗ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിന് നമ്മൾ നേരത്തെ എലിവേഷൻ കാണിച്ച സമയത്ത് ഒരു ബാൽക്കണി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ബെഡ്റൂമിനാട്ടോ വരുന്നത്. നമ്മളെ സാധാ വാളിൽ നിന്ന് ഒരു 4 അടി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ നൽകിയിട്ടുള്ളത്. 2 ബാൽക്കണിയാണ് ഈ വീട്ടിനുള്ളത്. ഒന്ന് മെയിൻ ബാൽക്കണി അപ്പുറത്തുണ്ട്, കാണിച്ചു തരാം. ഇതൊരു റൂമിനുള്ളൊരു ബാൽക്കണിയാണ്. സിമ്പിളായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. 2.10 ഹൈറ്റിലാണ് ഇതിൻ്റെ സ്ലാബ് നൽകിയിട്ടുള്ളത്. ഇവിടെ SS സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള ഹാൻഡ് റെയിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ടഫൻ ഗ്ലാസും നൽകിയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് മെയിൻ ബാൽക്കണി കാണാനുണ്ട്. ഇപ്പോൾ നമ്മൾ താഴെ ഒരു ഫോയർ സ്പേസ് കാണിച്ചിട്ടുണ്ടായിരുന്നു, 2 മീറ്റർ വീതിയിലുള്ള ആ ഒരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ നേരെ കയറുന്നത്, അതായത് താഴെ ഫോർമൽ ലിവിങ്ങിൻ്റെ നേരെ മുകളിലാണ് ഈ ഒരു ബാൽക്കണി, ഇവിടുത്തെ മെയിൻ ബാൽക്കണി വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കും കൂടി ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാൽക്കണിയിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത് ആ ഒരു വാളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഓപ്പണിംഗ് ആണ്. വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കയറിയിരിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ സിറ്റ് ഔട്ടിൻ്റെ അടുത്തൊരു കോർട്ട്യാർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗമാണ്, ആ ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതിൽ ഗ്ലാസ് കൊണ്ടാണ് ഇത് മുകളിൽ റൂഫ് ചെയ്തിട്ടുള്ളത്. ഈ രൂപത്തിലാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ ആർക്കിടെക്റ്റ് റഫീഖ് ചെയ്തിട്ടുള്ള ഒരു വീട് കണ്ടു കഴിഞ്ഞ്, ഇവരെ ഓഫീസ് തിരൂർ ബേസ്ഡ് ആയിട്ടുള്ള ID ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന ഫേമാണ്. അപ്പോൾ വീടിൻ്റെ ഓണറെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മുറാദ് മുബീന ദമ്പതികളുടെ വീടാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അവരെ മക്കളാണ്. എന്താ പേരെന്താ പറഞ്ഞത്? സഹല മുബാറക്ക്. എത്രല്ല പഠിക്കണേ? 2ല്. ഇവർ കാക്കാൻ്റെ മോൻ, അവരെ പെങ്ങളെ മോനാണ്. ഇവരാണ് നമ്മൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇജ്ജ് പഠിക്കണല്ലേ? ഇപ്പം 8ാം ക്ലാസ്സിലാണ്, PKM-ലാട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെയുള്ള നല്ല മനോഹരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള നല്ല ഭംഗിയിൽ നല്ല ഇൻറ്റീരിയർ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള വീടുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും ഓക്കെ താങ്ക് യു.